വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കമലിനാണെങ്കിൽ ഓട്ടോയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ജയശ്രീയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ജയശ്രീ ആണെങ്കിൽ അവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കമലിന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ബ്രോക്കർ ഏട്ടനായിരുന്നു. ഞാൻ വിചാരിച്ചു അടിച്ചു വരാൻ വേണ്ടി ആരൊക്കെ ചൂലൊക്കെ ആയിട്ട് വന്നതാണ്, ഞാൻ തന്നെ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കമലിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം എനിക്ക് ഒരു പേരുണ്ട് കമലൻ, അങ്ങനെ വിളിക്കാമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ മോശമല്ലേ, കമലൻ എന്നൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും പേരിടോ? പിന്നെ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ കമലു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കമലിന് അത്ര അങ്ങോട്ട് കാര്യമാക്കുന്നില്ല. അന്നേരം സഹായിക്കുകയെന്നും വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞ് കമലാണെങ്കിൽ ചൂലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു ശാലിനിയും കൂടി പിന്നാലെ കാല് വരുന്നുണ്ട്. അന്നേരം ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങി വരുന്നത്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എന്താടാ കൊച്ചിൻ്റെ മുഖം വീർത്തിരിക്കുന്നത്, രണ്ടും കൂടി പിന്നെയും വഴക്കായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വന്ന് പെട്ടുപോയില്ലേ ആശാനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സഹിക്കുകയല്ലാതെ വേറൊരു വഴിയില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ജയശ്രീ പറയുന്നുണ്ട്, അതൊന്നുമല്ല വിഷ്ണു ഏട്ടാ, ഞാനാണെങ്കിൽ ഇതെടുത്ത് വയ്ക്കണമെന്ന് സഹായിക്കണമെന്ന് ചോദിച്ചതാണ്, അതിനാണെങ്കിൽ ദേഷ്യപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് നീ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കമലിനാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് ജയശ്രീ പറയുന്നത്, ഞാൻ ഇങ്ങനെ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോഴും അതിനാണ് ഈ കമൽ കിടന്ന് ദേഷ്യപ്പെടുന്നത്. അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ വിളിച്ചത്, അല്ല ഈ കാലത്ത് കമലിനെന്നാരും പേരൊന്നും ഇടില്ല, അത് ഞാനൊന്ന് പരിഷ്കരിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ ജയശ്രീ പറയുകയാണ്. അന്നേരം വിഷ്ണു ശാലിനി ആകെ ചിരി തന്നെയാണ്. തുടർന്നാണെങ്കിൽ അപ്പോൾ ജയശ്രീ എന്തായാലും സഹായിക്കാൻ വന്നതല്ലേ, നമുക്ക് ഈ സാധനങ്ങൾ അകത്തെടുത്ത് വയ്ക്കുകയും വേണം, അപ്പോൾ എന്തായാലും കൂടെ കുടിക്കോ, ജയശ്രീക്ക് സഹായിച്ചെന്നും ആകും, നമുക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കുറച്ചെടുത്ത് ജയശ്രീയുടെ കയ്യിലേക്കും കൊടുക്കുന്നുണ്ട്. അന്നേരം കമലിന് ആ സാധനം വെച്ചിട്ടൊക്കെ ഇറങ്ങി വരികയാണ്. എന്തിനാശാനെ മറ്റുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇതിപ്പോൾ ഞാൻ ഒറ്റ ഇതിനെ എടുത്ത് വയ്ക്കില്ലേ ചോദിക്കുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ ഗ്യാസ് ഊറ്റി എടുത്തോടാ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് ആശാൻ എൻ്റെ തോളലിന് ചെറിയൊരു കുഴപ്പമെന്ന് പറയുകയാണ്. അന്നേരം ജയശ്രീ ആണെങ്കിൽ ശാലിഞ്ചിച്ച് വാന്ന് വിളിച്ചുകൊണ്ട് അവരെ കുറച്ച് സാധനങ്ങൾ മിക്സിയൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ഗ്യാസ് ഊറ്റി എടുക്കുന്നുണ്ട്. കമലിൻ്റെ കയ്യിലേക്ക് മോപ്പ് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ആശാനി ഗ്യാസ് ഊറ്റി ഒറ്റയ്ക്ക് എടുക്കുമെന്ന് ചോദിക്കണം. എന്നാൽ പിന്നെ അല്ലാതെ നീ എടുത്തുകൊണ്ട് വയ്ക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ തോളലിനല്ല കുഴപ്പം, ഇതൊക്കെ കണ്ടാലേ എനിക്ക് മനസ്സിലാവും, ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. അത് ആശാനി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. തുടർന്ന് അവർ നീ ആ ചാക്ക് കെട്ടെടുത്തോ എന്ന് പറയുമ്പോൾ കമലൻ ചാക്ക് കെട്ടൊക്കെ ആയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അവരാണെങ്കിൽ അടുക്കളയിൽ സാധനങ്ങൾ ഗ്യാസൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ജയശ്രീ പറയുന്നുണ്ട്, ഫ്രിഡ്ജും ബാക്കി സാധനങ്ങളൊക്കെ നേരത്തെ കൊണ്ടുവച്ചത് നന്നായി എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നേരത്തെ എത്തിച്ചിരുന്നായിരിക്കാം. എന്നിട്ട് കുറേ നേരമായല്ലോ അവിടെ കണക്ഷൻ കൊടുത്തിട്ട് ശരിയല്ല, ഇത് ഇപ്പോൾ കഴിഞ്ഞു എന്ന് പറയുകയാണ്, ഇനി വെച്ചുണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി എന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. എന്നിട്ട് ജയശ്രീ നോക്കി പറയുകയാണ്, അതൊക്കെ ഈ ഓണം കയറാൻ മൂലയിൽ ഈ കടകൾ എവിടെയെങ്ങാനും കടകൾ വല്ലതും ഉണ്ടോ എന്തോ എന്ന് പറയുകയാണ്. അന്നേരം ജയശ്രീ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. അന്നേരം കമല അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, വീട്ടുടമസ്ഥ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, പോണെങ്കിൽ അങ്ങ് പോട്ടെ, അവളുടെ ഒരു ജാട എത്ര നേരം എന്ന് വെച്ചാൽ സഹിക്കുന്നത്, കാണാൻ കൊള്ളാമെന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു എന്ന് പറഞ്ഞ് കമലിനങ്ങ് കത്തി കയറുകയാണ്. അന്നേരം വിഷ്ണു ശാലിനി കുറേ നേരമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, ഡാഡാ ഞങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടന്മാരാക്കല്ലേ, ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത് എന്ന് പറയുകയാണ്. അന്നേരം ഈ ആശാന അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് വിഷ്ണു കേട്ടോ അവർ രണ്ടുപേരുടെയും സംസാരം കേൾക്കുമ്പോൾ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്, അവൾ നല്ല കുട്ടിയാണ്, അവളുടെ ഭാവി കളയാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഏട്ടത്തിയമ്മ അങ്ങനെയൊന്നുമില്ല, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ കമലിനങ്ങ് നാണോ വരുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അതെ കമലു എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞിങ്ങനെ കമലൻ നോക്കുകയാണ്. അത് ജയശ്രീയാണല്ലോ നേരത്തെ വിളിച്ചത്. അന്നേരം അല്ല കമലൻ, നിങ്ങൾ നല്ല രീതിക്ക് പോയാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ കുറേ കണ്ടതാണെന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ഈ സമയത്ത് ജയശ്രീ ആണെങ്കിൽ ഒരു പാലുമായിട്ട് വരുന്നുണ്ട്. അന്നേരം ഇത് പാല് റെഡി എന്ന് പറയുകയാണ്. അന്നേരം ഇതെന്തിനാ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അല്ല പാല് കാച്ചിയല്ലേ താമസം തുടങ്ങുന്ന ഇങ്ങനെ ജയശ്രീ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അതേ കൊച്ചേ, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരൊക്കെ വരണം, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ പോയി ചായ ഇട്ട് കൊണ്ടുവരാം, നിങ്ങൾ കുടിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞ് ജയശ്രീ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം കമലം പോയി നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ജയശ്രീ പോണതൊക്കെ. അന്നേരം വിഷ്ണു ശാലിനി ഇങ്ങനെ മോൻ വെച്ച് കാണിക്കുന്നുണ്ട് എൻ്റെ നാണം അതൊക്കെ എന്ന് പറഞ്ഞ്. ഈ സമയത്ത് കമലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം ഹലോ കമലിനാണെന്ന് പറയുമ്പോൾ കമലിന് ആകെ അങ്ങ് ഞെട്ടുകയാണ്. അന്നേരം ആ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ആശാനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താടാന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ സുബൈർക്ക എന്ന് പറയുമ്പോൾ സുബൈർക്ക മരിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി വിഷ്ണു അന്നേരമാണ് ഇത് അറിയുന്നത്. അന്നേരം വിഷ്ണു പെട്ടെന്ന് കമലിൻ്റെ ഷർട്ടിനങ്ങ് പിടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അന്നേരം അതേ ആശാനെ നമ്മളെ വിവരം അറിയിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ വാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കമലിന് ഇറങ്ങുന്നുണ്ട്, വിഷ്ണു ഇറങ്ങുന്നുണ്ട്, പിന്നാലെ ശാലിനിയും പോകുന്നുണ്ട്.
ഈ സമയത്ത് രാത്രിയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ തിരികെ വീട്ടിലെത്തുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരദാമ്മയാണെങ്കിൽ അടുക്കളയിൽ വീണ്ടും എന്തൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ആകെ പരാതിയും പരിഭവവും ഒക്കെയാണ്. തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും, കയറി വരും. പണ്ടും അങ്ങനെയായിരുന്നല്ലോ, 3 പെൺകുട്ടികളെയും കളഞ്ഞിട്ട് പോയി, പിന്നീട് ഇപ്പോൾ ആണെങ്കിൽ പ്രായമായില്ലേ, എന്നിട്ടും ഒരിതും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അമ്പലം തോറും നടക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വയ്ക്കുന്നുണ്ട്. ഓരോ സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചോറൊക്കെ കൊടുക്കുകയാണ്. അന്നേരം കഴിഞ്ഞോ നിൻ്റെ പ്രസംഗം എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ആരോട് പറയാൻ, ആരോട് കേൾക്കാൻ, ഇതിപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, പ്രായമായില്ലേ, അപ്പോൾ പിന്നെ വീട്ടിൽ ചടഞ്ഞ് കൂടിക്കൂടെ എന്നൊക്കെ, ഇങ്ങനെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, തോന്നുമ്പോൾ കയറി വരാനായിട്ടുള്ള ഒരു സത്രം മാത്രമായിട്ട് ഇത് കണക്കാക്കരുത് എന്നൊക്കെ ഇങ്ങനെ ശബ്ദം പറയുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടി ചോറിടുന്ന് ഗോപാലകൃഷ്ണൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പറയുകയാണ്. അന്നേരം ഒന്നുകൂടി പറയുമ്പോൾ പോയ സ്ഥലത്ത് നിന്നും കിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ കുറച്ച് പുളിശ്ശേരിയും കൂടി വിളമ്പ്, എവിടെ പോയാലും നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അത്ര രുചിയില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ അങ്ങ് പരാതിയൊക്കെ പറയുന്നുണ്ട്. നീ പറയുന്ന കേട്ടാൽ തോന്നും എനിക്ക് വേറെ ഏതോ ഭാര്യയും മക്കളും ഇനിയും ഉണ്ടെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം അത് അങ്ങനെ പറഞ്ഞാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. നടന്ന വഴികളിൽ, പോയ വഴികളിലെ കല്ലുമുള്ളൂ ഒന്നുകൂടി തിരക്കി പോയെന്നേ കരുതത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പോയത് എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പോയത് കുറേ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ്, അങ്ങനെ കൂട്ടിക്കോളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ അറിഞ്ഞുകൊണ്ട് പാപനാശിനിക്കറയൊക്കെ പാപനാശിനിയിൽ മുങ്ങി കുളിക്കാൻ പോയതാണോ, ആ പയ്യനെ കൊന്ന പാപക്കറ കഴുകി കളയാനായിട്ട് പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഒരു കൂസലില്ലാതെ പറയുകയാണ്. അതിന് അവനെ കൊന്നത് ഞാനല്ലല്ലോ, നീയല്ലേ, നിൻ്റെ തള്ളലല്ലേ അവൻ തലയിടിച്ച് വീണ് മരിച്ചതെന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ഒന്നും സംഭവിക്കാത്ത പോലെ ബാക്കി കഴിച്ചിട്ട് കൈയിടുവാനായിട്ട് പോയിട്ട് വരികയാണ്. അന്നേരവും ശാരദാമ്മ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തിരിച്ചു വന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്, പേടിച്ചു പോയോ? നിൻ്റെ കഥാപ്രസംഗത്തിൽ ഞാൻ ഇച്ചിക്കൂടി കനൽ വാരിയിട്ട് നോക്കിയതാണ്, എത്രത്തോളം മനക്കെട്ടി നിനക്കുണ്ടെന്ന് അറിയാനായിട്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ വേണ്ടി വന്നാൽ നിങ്ങൾ അങ്ങനെയും ചെയ്യുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള അടിപിടിയിൽ ഗോപാലകൃഷ്ണൻ തള്ളുമ്പോഴാണ് ഈ നസീർ തലയിടിച്ച് വീണതൊക്കെ. അന്നേരം മനഃപൂർവ്വം തന്നെ കൊടുക്കുന്നു എന്നൊക്കെയാണ് ശാരദാമ്മ വിചാരിക്കുന്നത്. അന്നേരം അതിനൊന്നും അങ്ങനെയൊന്നും അല്ല, വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, അവനെ കൊന്നത് ഞാനാണ്, നീയല്ല, അതിന് എവിടെയായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളില്ലേ, നമ്മുടെ പാപഭാരം മുഴുവൻ ചുമക്കുന്ന ഒരാൾ, ആ ഭഗവാൻ ഉള്ളിടത്തോളം കാലം ഈ കേസ് പുറം ലോകം അറിയാനായിട്ട് പോകുന്നില്ല, നമ്മളായിട്ട് അറിയിക്കാതിരുന്നാൽ മതി, ഒന്നും സംഭവിക്കില്ല, നമ്മൾ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ആകെ ഒരു ഷോക്കിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്നാണെങ്കിൽ അവിടെ സുബൈറിൻ്റെ അവിടെ പിറ്റേന്നല്ല അന്ന് തന്നെയാണ് സുബൈറിൻ്റെ വീട്ടിലാണെങ്കിൽ നൂറാണെങ്കിൽ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നിട്ട് സുബൈദയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ എവിടെ മാമി, പിന്നെ ആരെങ്കിലും ഒരു കാര്യം വിളിച്ചറിയിക്കണമെങ്കിൽ ഈ ഫോൺ വേണ്ടേ, ബാപ്പച്ചിയുടെ സുഹൃത്തുക്കൾ ആരും ഇത് അറിഞ്ഞിട്ട് പോലും കാണില്ല, അപ്പോൾ കൂടുതൽ നമ്പരും അതിലാണെന്ന് പറയുമ്പോൾ നീ ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത്, മരണം കഴിഞ്ഞ വീടാണ്, അപ്പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, ഫോണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം സുബൈറാണെങ്കിൽ ഉമ്മർത്തുനിന്ന് വിളിക്കുന്നുണ്ട്, സുബൈദ കുറച്ച് വെള്ളം എടുക്കുമെന്ന്. അന്നേരം സുബൈദ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ നൂറ് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് സുബൈദയാണെങ്കിൽ നാസീറിൻ്റെ വാപ്പയ്ക്ക് ഇങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഉമ്മറത്തേക്ക്. അപ്പോഴത്തേക്ക് ഓട്ടോയിൽ വിഷ്ണുവും കമലിനും കൂടി വരികയാണ്. ഓട്ടോയിൽ നിന്ന് വിഷ്ണുവും കമലിനും ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളത്തിന് ഗ്ലാസ്സും കൊടുത്തിട്ട് നീ അകത്തേക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിന് നസീറിൻ്റെ വാപ്പയെ കണ്ടിട്ട് എന്ത് പറഞ്ഞ് സംസാരിക്കൂടാന്നും പറഞ്ഞിട്ട് കമലിനെയും കൊണ്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സുബൈദ പോയി നൂറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിഷ്ണു ഒരു കൂട്ടുകാരനും കൂടി വന്നിരിക്കുന്നു എന്ന്. അന്നേരം നൂറ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നീ പോകണ്ട, രാവിലത്തെ കാര്യം തന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നാലും വീട്ടിൽ വരുന്നവർ എങ്ങനെയാണ് കണ്ടില്ല എന്നടിക്കുക എന്ന് പറഞ്ഞ് നൂറിങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ഉമ്മറത്തേക്ക് കയറുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് നൂറ് ഓടി ചെല്ലുകയാണ്. അന്നേരം നൂറിൻ്റെ മുഖത്തെ സങ്കടം കണ്ടിട്ട് വിഷ്ണുവിന് ആകപ്പാടെ സങ്കടം, കമലിനും ഇങ്ങനെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. അന്നേരം ആണെങ്കിൽ പെട്ടെന്ന് പിന്നെ വിഷ്ണുവിന് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വാ മോളെ എന്നും പറഞ്ഞ് സുബൈദ ആണെങ്കിൽ നൂറിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങൾ ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്നിങ്ങനെ വിഷ്ണു നസീറിൻ്റെ വാപ്പയോട് പറയുമ്പോൾ, പ്രധാന ചടങ്ങൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എല്ലാവരെയും അറിയിക്കും, അത് നാട്ടുനടപ്പാണല്ലോ, അപ്പോൾ വന്ന് പങ്ക് കൊണ്ടാൽ മതി എന്നിങ്ങനെ അങ്ങ് പറയുകയാണ്. എന്ന് വെച്ചാൽ ഇവർ ചെന്നത് ഇഷ്ടമായില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അബൂബക്കർ സംസാരിക്കുന്നത്. അന്നേരം തുടർന്ന് അവരങ്ങ് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ഈ അബൂബക്കർ പറയുന്നുണ്ട്, നിങ്ങൾ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു തരേണ്ടി വരും, അത് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ബന്ധുക്കളൊക്കെ ഇനിയിപ്പോൾ വരും, അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് വേറെ വീട് അന്വേഷിച്ച് നടക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുക. അന്നേരം
അന്നേരം പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കുന്നവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല, എങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു, ഒഴിഞ്ഞ് തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ നോക്കാമെന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ഇല്ല, ഒഴിഞ്ഞ് തരണം എന്നിങ്ങനെ കൈ ചൂണ്ടി അബൂബക്കർ ആണെങ്കിൽ അവസാനത്തെ വാക്കെന്ന പോലെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വിഷ്ണുവിനോ കമലിനെ എതിർത്തൊന്നും പറയാനും പറ്റുന്നില്ല. അന്നേരം വാടാന്ന് വിളിച്ചുകൊണ്ട് കമലിനെയും വിളിച്ചുകൊണ്ട് വിഷ്ണുവിടെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഓട്ടോയിൽ കയറാൻ നേരം വിഷ്ണു വീട് മൊത്തം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതായത് സുബൈർക്കയാണല്ലോ വിഷ്ണുവിനെ ഇത്രയാക്കിയിട്ട് അതിനുശേഷമൊക്കെ സഹായിച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വിഷ്ണുവിന് ആകപ്പാടെ വിഷമം. പക്ഷേ ഇവരുടെ സംസാരത്തിൽ അവിടെ നിൽക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് വിഷ്ണു കമലിനെയും കൊണ്ട് ഓട്ടോ എടുത്ത് പോകുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് പോകുന്ന നൂറിനോട് സുബൈദ പറയുന്നുണ്ട്, മോളെ ഈ മാമിയെ കൂടെ സങ്കടത്തിലാക്കല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബൈറിൻ്റെ പിന്നെ നസീറിൻ്റെ വാപ്പയാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം വാപ്പച്ചി മരിച്ച് മണ്ണടിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും നിനക്ക് പുറത്തിറങ്ങി അഴിഞ്ഞാടണോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാത്തിനും ഞാൻ ഇറങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടൻ്റെ വാപ്പച്ചിയാണ് വീട് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഏത് വിഷ്ണുവേട്ടനടിയും ചോദിക്കുകയാണ്. അന്നേരം വാപ്പച്ചിയുടെ ലോറി ഡ്രൈവർ ആയിരുന്നു വിഷ്ണുവേട്ടൻ, അതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അല്ലല്ലോ എന്ന് പറയാം, അതുകൊണ്ട് അവർ ഇറങ്ങണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എൻ്റെ ഫോൺ നിങ്ങൾ പിടിച്ച് വാങ്ങിച്ചു, ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരെ എന്നിൽ നിന്ന് അകറ്റുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, ആകെ ഉണ്ടായിരുന്ന ആശ്രയമായിരുന്നു അവർ, നിങ്ങളിതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു മരണം കഴിഞ്ഞ വീടാണ്, ഉമ്മറത്ത് ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ഉണ്ട്, അവരൊക്കെ കേൾക്കുമെന്ന് അബൂബക്കർ പറയുന്നുണ്ട്. അന്നേരം കേൾക്കട്ടെ, എനിക്ക് കേട്ടാലായിട്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് നെഞ്ചുപൊട്ടിയാണ് എൻ്റെ വാപ്പച്ചി മരിച്ചത്, ഇനി ആരെ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, കൂടുതൽ പറയുകയാണെങ്കിൽ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും എന്നിങ്ങനെ പറഞ്ഞ് നൂറങ്ങ് സംസാരിക്കാൻ നിൽക്കുകയാണ്. അന്നേരം ഈ അബൂബക്കറിന് തിരിച്ചൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് പിന്നെ മാമി സുബൈദയും ചോദിക്കുന്നു, മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മാമി, എനിക്ക് എന്ത് സംഭവിച്ചാലും ഇനി എനിക്ക് കുഴപ്പമില്ല, വാപ്പച്ചി ദുനിയാവിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ് സുബൈദയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് നൂറ്. അന്നേരം സുബൈറിന് ഈ അബൂബക്കറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അബൂബക്കർ ഒന്നും പറയാതെ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ എവിടെ പോകാനായിട്ട് വന്ന് അൽമാരി തുറന്ന് പേഴ്സ് എടുക്കുന്നുണ്ട്. അതേസമയം ആ ഒരു രാഘവനാർ എഴുതിയത് അപ്പോഴും തറയിൽ കിടക്കുകയാണ്. അന്നേരം ഭാമ പെട്ടെന്ന് ഇങ്ങനെ പേഴ്സ് തുറക്കുമ്പോൾ പക്ഷെ അതിൽ നിന്നും കുറച്ച് പൈസ താഴെ പോകുന്നുണ്ട്. അന്നേരം അതെല്ലാം കൂടി ഇങ്ങനെ പെറുക്കി എടുക്കുമ്പോൾ ആ പേപ്പറും കാണുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ ആ പേപ്പർ ഇങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ട് അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. അതിലിങ്ങനെ സത്യയുടെ ചിരിച്ച മുഖം കാണുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അത്രേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയാണ് ഈ ഒരു വായിച്ചതിന് ശേഷമാണ് ഭാമയാണെങ്കിൽ വെളിയിലേക്ക് വരുമ്പോൾ വിഷ്ണു വരുന്നത് അവിടത്തേക്ക്. സുബൈറിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വിഷ്ണു ഇങ്ങോട്ടത്തേക്കാണ് വരുന്നത്. ആ ഒരു വാടക വീടിൻ്റെ കാര്യമൊക്കെ പറയാനാണ് വിഷ്ണു വരുന്നതും ഒക്കെ. അപ്പോൾ സത്യഭാമ ചോദിക്കും ഇങ്ങനെ സത്യ ആരുടെ മകളാണെന്നുള്ള. അന്നേരം ശാലിനിയുടെ എന്ന് പറയുമ്പോൾ സത്യയുടെ അച്ഛനായിരുന്നു ചോദിക്കുമ്പോൾ അതിനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വിഷ്ണു അങ്ങ് പോകുന്നതൊക്കെ. പിന്നീട് പാലുകാച്ചൊക്കെ നടന്നതിന് ശേഷമാണ് ഭാമ വീണ്ടും ആലോചിക്കുന്നത്. പിന്നീട് ശാരദാമ്മയെ തിരക്കി കുടുംബശ്രീ വീട്ടിലേക്ക് പോകുന്നതൊക്കെ. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിലൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.